ഹായ് വൺ. ഇപ്പോൾ കാനഡയിലും അതുപോലെ തന്നെ ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി ഈ രാജ്യങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാനഡയിൽ റീസെന്റ് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പയ്യൻ, ഡെലിവറി ബോയ് ആയിട്ടുള്ള ഒരു പയ്യൻ, അവൻ ഒരു ഓർഡർ കിട്ടിയ സമയത്ത് ആ ഓർഡർ അതിന്റെ ഓണറിന്റെ വീട്ടിലേക്ക് അവൻ ഡെലിവറി ആയിട്ട് പോവാണ്. അതിന്റെ ഇടയിൽ വെച്ചിട്ട് അവൻ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആ പാക്കറ്റിൽ തുപ്പിയിട്ടിട്ട് ആ ഓണറിന് കൊടുക്കുകയാണ്. കാരണം ആ ഓണറിന്റെ മകൻ ഒരു പനി പിടിച്ച് കിടക്കായിരുന്നു, ഒരു ഫ്ലൂ ആക്കിയിട്ട് കിടക്കായിരുന്നു. ആ സമയത്ത് ഈ ഓണർ ഇത് അറിയാനിടയായി. ഇവനിങ്ങനെ തുപ്പിയിട്ട ഇത് കവർ ഓപ്പൺ ചെയ്തത് കാരണം ഓണർ ഇത് അറിയാനിടയായി. അപ്പൊ ഓണർ ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ വീഡിയോ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു എന്ന്. അപ്പൊ നീ ആ വെള്ളം കുടിച്ച് കാണിക്കുന്നു പറഞ്ഞു. അപ്പൊ അവൻ കുടിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പല സംഭവങ്ങളും ഇവിടെ നമ്മളെ കാനഡ, പിന്നെ സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാർ ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നല്ല ഒരുപാട് നല്ല ഇന്ത്യക്കാരും ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പല ഇന്ത്യക്കാരും നല്ല ഇന്ത്യക്കാരും ബാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് വൺ. എൻ്റെ ഒരു ഇജാസ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അനുസരിച്ച് കാനഡയിലേക്ക് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ തന്നെ നിങ്ങളോട് ചെറിയൊരു ചുരുക്കത്തിൽ പറഞ്ഞുതരാം. പാലത്തിന്റെ അടിയിലും അതുപോലെ തന്നെ പിന്നെ സ്ട്രീറ്റിലൊക്കെ കടന്നുറങ്ങുന്ന ആളുകൾ, അതായത് 8 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാർ സ്ട്രീറ്റിലും അതുപോലെ തന്നെ പാലത്തിന്റെ അടിയിലും കടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അത്രയും ദയനീയമായ സിറ്റുവേഷൻ ആണ്. ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് വലിയൊരു ക്യൂ നിൽക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട്, അതായത് ഈ സ്റ്റുഡൻസ് ഒക്കെ അവിടെ പോയിട്ട് പഠിക്കാൻ പോയ പിള്ളേരാണ്. ലക്ഷക്കണക്കിന് പൈസ കൊടുത്തിട്ട് പഠിക്കാൻ പോയ പിള്ളേർ ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് വലിയ ക്യൂ നിൽക്കുകയാണ്. അവിടുത്തെ യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇന്ത്യക്കാരോട് ഇപ്പോൾ കാനഡ ഗവൺമെന്റ് കാണിക്കുന്നില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെയൊക്കെ പഞ്ചാബികളെ കൊണ്ട് ഒരു രക്ഷയില്ലാതെ എവിടെ നോക്കിയാലും പഞ്ചാബികളാണ്. അപ്പോൾ പഞ്ചാബികളാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പഞ്ചാബികളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് യാതൊരു തരത്തിലുള്ള വാല്യൂം അവിടെ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വ്ളോഗ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഈ കാനഡയിലെ സിറ്റുവേഷൻ. കാനഡ നിങ്ങൾ ന്യൂസൊക്കെ നോക്കിയാൽ മതി, ഹിന്ദുസ്ഥാൻ ടൈം ലൈനിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ കാനഡയിലും അതുപോലെ തന്നെ പല ഇന്ത്യക്കാർ അനുഭവിക്കുന്ന അത്രയും ദാരുണമായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ന്യൂസുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്. സ്പെയിനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ പറയാണ് അവിടെ ഒരു ബാർ അറ്റൻഡറായിട്ട് ജോലി ചെയ്യാണ്. അവൻ പറയാണ് എനിക്ക് 25-30,000 അവൻ ആകെ എല്ലാം കഴിച്ചിട്ട് 25,000-30,000 മാക്സിമം അവന് നാട്ടിലാക്കാൻ പറ്റുന്നത്. കാരണം ബാക്കി എല്ലാ പൈസയും അവന്റെ ടാക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ എല്ലാം ആയിട്ട് ബാക്കി എല്ലാ പൈസയും അങ്ങനെ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിലൊക്കെ നല്ല ഇതാണ്, നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിന്, പിന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, കാനഡ, ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളൊരു പ്രോപ്പർ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്താണ് സാലറി, ആരാണോ നിങ്ങളെ കൊണ്ടുപോകുന്നത് അവരായിട്ട് ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യ എത്രയോ ഭേദമാണ്. നമുക്ക് വലിയ മണിമാളികയൊന്നും വേണ്ടെങ്കിലും നമുക്ക് കിടക്കാനായിട്ടുള്ള ഒരു പായ വിരിച്ച് കിടക്കണം. ഒരു പടത്തിൽ പറയുന്നുണ്ട്, മറ്റേ നമ്മുടെ ഇന്നസെന്റിന്റെയും മറ്റേ ഇതിലും മുകേഷിന്റെ ഒക്കെ ഒരു പടത്തിൽ, സായികുമാറിന്റെ ഒക്കെ, എനിക്ക് ഇവിടെ ഒരു പായ ഒന്ന് പിരിക്കണമെന്ന് കിടക്കണം, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി അതിലും ആ ഒരു സിറ്റുവേഷൻ പോലും നിങ്ങൾക്ക് അവിടെ അതുപോലും നിങ്ങൾക്ക് അവിടെ ലഭിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റിൽ കടന്നുറങ്ങുകയാണ്. തണുത്തുറച്ച ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ബ്രിഡ്ജിന്റെ അടിയിൽ കടന്നുറങ്ങുകയാണ്. പക്ഷെ റഷ്യയിലൊന്നും അങ്ങനെയൊന്നും ആരും ഇതുവരെ ഒരു മലയാളിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള വലിയ മണിമാളികയൊന്നും അല്ലെങ്കിലും സാധാരണ നോർമലായിട്ട് താമസിക്കാനുള്ള ചെറിയൊരു അപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ അവിടെ പായ വിരിച്ച് കിടക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്ട്രീറ്റിലൊന്നും കടന്നുറങ്ങേണ്ട അവസ്ഥയൊന്നും നിങ്ങൾക്ക് എന്തായാലും റഷ്യയിൽ വരില്ല. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റഷ്യ എത്രയോ ബെറ്ററാണ്. പിന്നെ റഷ്യയെക്കുറിച്ച് കുറ്റം പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, റഷ്യ എന്ന രാജ്യത്ത് ഈ ഇത്രയും യൂറോപ്യൻ യൂണിയനിൽ പോയ ആൾക്കാർ പോലും റഷ്യയിൽ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. കാരണം റഷ്യയിൽ വന്നിട്ട് അത്യാവശ്യം ആളുകൾക്ക് ഒരു 50,000 ഒക്കെ നാട്ടിലേക്ക് അയക്കുന്ന ആൾക്കാരുണ്ട്. 50 മുതൽ 55 വരെയൊക്കെ നാട്ടിലേക്ക് അയക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് 57 അയക്കുന്ന ആൾക്കാരുണ്ട്.
അതൊക്കെ ഓരോ ആൾക്കാരുടെ പണീന്റെ ഇതനുസരിച്ചായിരിക്കും. എല്ലാം കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫുഡും അക്കോമഡേഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ഒക്കെയാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ റഷ്യ അതൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ബെറ്റർ ആണ്. 40,000 രൂപ പിന്നെ സാലറി കൂട്ടി കിട്ടുന്നുണ്ട്. ഒരു പല പല കമ്പനികൾ അനുസരിച്ച് സാലറി കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യ അതൊക്കെ നോക്കുകയാണെങ്കിൽ റഷ്യ എത്രയോ ബെറ്റർ രാജ്യമാണ്. റഷ്യയിൽ അതുപോലെ തന്നെ അന്നത്തെ ഒരു 1941 ഇവിടെ ഉണ്ടായിരുന്ന മാഫിയ സംഘം, ഗുണ്ടകൾ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പോൾ റഷ്യയിലില്ല. ഇല്ലാന്നല്ല പറയാൻ പറ്റില്ല. ഇതുവരെയായിട്ട് എൻ്റെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്യൂച്ചർ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യം റഷ്യയിൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഇപ്പോൾ കയറി വരാം. ഒരു ടെൻഷനും വേണ്ട. റഷ്യ ഇന്ത്യയുമായിട്ട് നല്ല കോപ്പറേഷനാണ്, നല്ല റിലേഷനാണ്. അപ്പോൾ നിങ്ങൾ റഷ്യയിലേക്ക് വരുന്നതിന് മുമ്പിലായിട്ട്, നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പിലായിട്ട് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് തപ്പിയതിന് ശേഷം മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക. അതിന് മുമ്പിൽ ഇങ്ങനെ എടുത്ത് ചാടി പൈസ കൊടുക്കാതിരിക്കുക. സ്കില്ലഡ് ലേബേഴ്സിന് ഇവിടെ ജോലി കിട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്കില്ലഡ് ലേബേഴ്സിന് ഇങ്ങനെ ജോബ്, പൈപ്പ് ഫിറ്റർ, അതുപോലെ തന്നെ വെൽഡർ, അങ്ങനെയുള്ള ഒരുപാട് ജോബ് വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മാക്സിമം പ്ലീസ്, എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടരുത്. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ഡയറക്റ്റ്. കാരണം നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 10, 400, 500, 1000 മെസ്സേജൊക്കെ വന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈമിന് വായിച്ച് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ തരുമ്പം പിന്നെയും വീണ്ടും നിങ്ങൾക്ക് സംശയം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ, നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൾ ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എപ്പോഴും ഞാൻ അവൈലബിൾ ആയിരിക്കും. ഞാൻ അവൈലബിൾ ആകുന്ന സമയത്ത്, ജോലി കഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100% നിങ്ങളെ ഫോൺ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ആൻസറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പം റഷ്യയിലേക്ക് വരാൻ ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ സമ്മറാണ് റഷ്യയിൽ. നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ജോബ് വേക്കൻസീസ് ഒക്കെ ഇപ്പോൾ റഷ്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ ഒരു ഇന്ത്യക്കാരൻ ചെയ്തത് എല്ലാ ഇന്ത്യക്കാരനെയും ബാധിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഈ ബംഗ്ലാദേശി, അതുപോലെ തന്നെ ഈ കേരള, അതുപോലെ തന്നെ ഹൈദരാബാദ്, ഗുജറാത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹിന്ദുസ്, ആ ഒറ്റ ഒരു പേരാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരുത്തൻ ചെയ്തത് എല്ലാവരും ബാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഹോസ്റ്റലൊക്കെ കിട്ടാന്നുള്ള ഒരു ഇന്ത്യൻസിന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ആർക്കും എന്താ പറയുക, ഒരു വാല്യൂ ഇല്ല. ഇന്ത്യൻസിനുള്ള ആ ഒരു വാല്യൂ, മുമ്പത്തെ ഒരു വാല്യൂ ഇപ്പോൾ ഇല്ല. കാരണം ഇന്ത്യൻസ് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങൾക്ക് കാരണം തന്നെ പല ഹോസ്റ്റലുകളും ഇന്ത്യൻ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നില്ല. പലരെയും ഇവിടെ കള്ള് കുടിച്ച് സിഗരറ്റ് കുറ്റി വലിച്ചെറിയുക, ഇവിടെ വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ഇവിടുത്തെ ആളുകളായിട്ട് തർക്കിക്കുക, ഇവരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാരണം ഇന്ത്യൻസിനെ ആരും എടുക്കുന്നില്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവര് ഒരുപാട് നല്ല ഇന്ത്യക്കാരുണ്ട്. ഒരുപാട് ഇവിടെ കഷ്ടപ്പെടാൻ നാട്ടിലേക്ക് അയക്കാനും, അതുപോലെ തന്നെ ഇവിടെ വന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പൈസ അയക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല ഇന്ത്യൻസ് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കും കൂടി ഇങ്ങനെയുള്ള ചില ഈ മോശം പ്രവർത്തികൾ ചെയ്യുന്ന ഇന്ത്യൻസ് ഒരു ബാധ്യതയാണ് ഇവർക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കാൻ ശ്രമിക്കുക. റഷ്യൻ ഗവൺമെന്റ്, റഷ്യൻ പീപ്പിളായിട്ട് എപ്പോഴും നല്ല രീതിയിൽ കോപ്പറേറ്റ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്നോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും